Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാനോട്ടി സെൻസെക്സ് മിഡ് ക്യാൻ നിഫ്റ്റി ക്രൂഡ് ഓയിൽ എൻ ജി പ്ലസ് ഗോൾഡൻ അനാലിസിസ് സെയിം അനാലിസിസ് നാളത്തെ ഗോൾഡ് അനാലിസിസ് ആണ്. നമ്മൾ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് തന്നെ ഇത്രയ്ക്കാണ് ഷെയർ ചെയ്തത്. ദാറ്റ് മീൻസ് പ്രൈസ് ഈ ബ്ലൂ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഫർദർ നമുക്ക് അപ്പ് സൈഡ് മൂവ് കിട്ടും. എക്സാക്ട്ലി എന്താ ചെയ്തേക്കുന്നത്? ഇപ്പോൾ പ്രൈസ് ഇന്നാണ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത് റീഡ് ചെയ്യണത് എന്തായിരുന്നു? ഫുൾ 1 2 ഫുൾ ആൻഡ് ദെൻ തേർഡ് സ്റ്റാർട്ട് ആവാൻ പോകുന്നു. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് ഇതായിരുന്നു നമ്മൾ 24,310 പ്ലസ് ബ്രേക്ക് ഔട്ട് ട്രെൻഡ് ലൈൻ. സോ ബോത്ത് രണ്ടും കൂടി സിംഗിൾ ഡേയിൽ ഇന്ന് തന്നെ ലാസ്റ്റ് ടൈമിലാണ് ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 hours ലാസ്റ്റത്തെ ഈ 2 മണിക്ക് ശേഷമാണ് ഈ 2 ക്യാൻഡൽസിന് മൂവ് കിട്ടിയിരിക്കുന്നത്. സോ ഹോപ്പ് ഇത് പെർഫെക്റ്റ് മൂവ് ഉണ്ടാവണം. എൻ്റെ ഒരു ഗട്ട്സ് ഫീലിംഗ് പറയണോ, ഇത് പ്രൈസ് സ്റ്റാർട്ടായിട്ടുണ്ട് ഫോർ തേർഡ് വേവ്. റൈറ്റ്, കാര്യം മനസ്സിലാക്കി എടുക്കുക ഞാൻ എന്താ പറയാൻ പോണത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഞാനിപ്പോൾ ഞാൻ എന്താണ് ഇത് പറയാൻ പോകുന്നത്. ദറ്റ് മീൻസ് പ്രൈസ് ഫുൾ ഓവറോൾ ഈ സ്ട്രക്ചറുടെ നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് ഫ്രം ഹിയർ. ഈ ഒരു സ്ട്രക്ചർ എന്ന് നോക്കുകയാണെങ്കിൽ ഫുൾ 1 വേവ് 1 വേവ് 2 ആൻഡ് വേവ് 3യുടെ ബിഗിനിങ് ആണ് ഐ ഫീൽ സോ. ഓക്കെ, ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് മേളിൽ തന്നെ കിട്ടുള്ളൂ, ബട്ട് ബിഗിനിങ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ തേർഡ് വേവ് ആൻഡ് ദെൻ വീണ്ടും ഫിഫ്ത്ത് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഇനി അങ്ങനെ ഒരു ചാൻസ് ഇപ്പോൾ കാണുന്നുണ്ട് ജസ്റ്റ്. ഓക്കെ, സോ തേർഡ് വേവ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് നമ്മൾ അതിൻ്റെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തേർഡ് വേവിൽ മിനിമം 5 മൂവ്സ് ഉണ്ടാവണത്. ഓക്കെ, ഇൻറ്റർണൽ മൂവ്സ് മിനിമം 5 ആൻഡ് മാക്സിമം 21 അങ്ങനെ ഉണ്ടാവാറുണ്ട്. സോ തേർഡ് വേവ് ഇമ്പൾസീവ്. സോ തേർഡ് വേവ് ഇൻറ്റർണൽ മൂവ്സിൽ 1, ഇത് 2 ആൻഡ് ഇതിൻ്റെയും തേർഡ് ആയിട്ടുണ്ട് വീണ്ടും. റൈറ്റ്, ഇതിൻ്റെ തേർഡ് ആയിട്ടുണ്ട്. ബിക്കോസ് റീസൺ മനസ്സിലാക്കിയത്. ബിക്കോസ് റീസൺ എന്താണ്? റീസൺ മനസ്സിലാക്കണം കേട്ടോ. തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് നമുക്ക് അപ്കമിങ് ഇതിനെ കിട്ടും. ബട്ട് റീസൺ എന്താണ്? ഫസ്റ്റ് 1 വേവ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, സെക്കൻഡായി ഈ 1 day ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ആൻഡ് ഫസ്റ്റ് വേവിടെ ഹൈ വിത്ത് ഗ്രീൻ കാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. വിത്ത് ഹെൽത്തി കാൻഡിലാണ് നമുക്ക് ഇന്ന് ക്ലോസിങ് കിട്ടിയേക്കുന്നത്. ഓക്കെ, 1 day അബവ്. ഓക്കെ, പിന്നെ ഇന്ന് വേറൊരു ടൈപ്പ് ഡിഫറെൻറ്റ് ഒരു 1 step അബവ് ഒരു സംഭവം പഠിപ്പിച്ചു തരാൻ ഓവറോൾ പഠിപ്പിച്ചു തരാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വേവ് നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ ക്യാൻഡിൽസിൻ്റെ ലോവസ്റ്റ് പാർട്ട് ഇതാണ് ലോ ആണെങ്കിൽ അത് ടു ഹൈ 1 എത്ര ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേളിൽ നമുക്ക് ബാർസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. എത്ര? 20 bars ആണ്. സെക്കൻഡ് ഈ 20 bars അല്ലേ, ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പാണ് അബവ്. ഞാൻ കുറേ നാളായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടില്ല. ഓണമാണ്, ഹാപ്പി ഓണം എല്ലാവർക്കും, അഡ്വാൻസ് വിഷസ്. ഓണമായതുകൊണ്ട് ഞാൻ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാണ്. സോ ഫസ്റ്റ് വേവ് 20 bars കംപ്ലീറ്റ് ആയി. സെക്കൻഡ് വേവ് ഹാഫ് ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യണം ഹാഫ് ടൈം ഫ്രെയിം. സോ താഴെ നമ്മൾ ലോവസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 8 candlesലാണ്. ഇത് ഹാഫ് നേരെ 20യുടെ ഹാഫ് ടൈം ഫ്രെയിം എത്ര വരും? 10 candles. ബട്ട് ഇത് 8 ടൈം ഫ്രെയിം. സോ 10 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ട് ഇത് 8. ആ ഒരു സിനാരിയോയിൽ ഈ 10 candles ആ ഒരു സിനാരിയോ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ എനി ഹൗ ഹാഫ് ടൈം ഫ്രെയിമിൽ. ആൻഡ് പ്രൈസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 61.80% ആണ് റിവേഴ്സൽ എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൺഫർമേഷൻ എപ്പോൾ കിട്ടും? ഈ 1 day ഹൈ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ ഹാഫ് ടൈം ഫ്രെയിമിൽ സെക്കൻഡ് ബോട്ടം അടിക്കണം. 8 to 10 candles. ഇപ്പോൾ 10 candles ആണ് നമ്മൾ പറയാറുള്ളതാണ്. ഞാൻ പഠിച്ചേക്കണേ, എനിക്കത് തന്നെ പറയാനുള്ളതാണ്. സോ 10 candles ഞാൻ പഠിച്ചേക്കണം. സോ 10 candles ബോട്ടം ഔട്ട് ആവണം ആൻഡ് ഷാർപ്പ്ലി പ്രൈസ് തേർഡ് വേവിൽ എൻറ്റേർഡ് ആവണം. ആ ഒരു സിനാരിയോ ഇപ്പോൾ കാണുന്നുണ്ട്. സോ നാളെ ഓപ്പണിംഗ് ഫ്ലാറ്റ് ആവണം, ഗ്യാപ്പ് അപ്പ് ആവണം. 24,310 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം ഫോർ കൺഫർമേഷൻ. ദാറ്റ് മീൻസ് പ്രൈസ് എൻറ്റേർഡ് ആയി സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ തേർഡ് വേവിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ സിനാരിയോ. ഇത് നല്ല ഒരു അപ്ഗ്രേഡഡ് എലിറ്റ് വേവ് തിയറിയുടെ ഒരു അനലൈസിസ് ആണ്. നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് കൂടുതൽ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, ടൈം കൊടുക്കുക. എന്താണ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, കൂടുതലാരും പ്ലീസ് ഇത് യൂസ് ചെയ്യരുത്, എനിക്ക് തന്നെ പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളൂ കാരണം വെച്ചാൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ടായിരുന്നു. മീൻസ് പ്രൈസ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത്, എങ്ങനെയാണ് നമുക്ക് ക്യാൻഡിൽസ് ടൈം ഫ്രെയിം നോക്കേണ്ടത്. ഓക്കെ, സോ
തേർഡ് വേവ് സ്റ്റാർട്ട് ആണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ തേർഡ് വേവ് സ്റ്റാർട്ട് ആവണമെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ദേ ഫ്രം ഹിയർ ടു ഇതിങ്ങനെ ആൻഡ് ടു. ഓക്കെ, ഇനി എനി ഹൗ 24,290 ബ്രേക്ക് ചെയ്യാൻ പാടില്ല പ്രൈസ്. എനി ഹൗ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് പറയാം ഈ ചിലപ്പോൾ പ്രൈസ് പിന്നെ ഈ ലോവും ബ്രേക്ക് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ടൈം കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ആൻഡ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ് 38.20%, 50% ആൻഡ് 61.80%. എങ്ങനെയും 5 മൂവ്സിലെ പ്രൈസ് എന്തായാലും മിനിമം റെസിസ്റ്റൻസ് ഏരിയ ആണ്, മിനിമം റേഷ്യോ ആണ് നമ്മുടെ ഇത്. സോ മിനിമം റേഷ്യോ ഇതാണ് 61.7. മിനിമം റേഷ്യോയിൽ പ്രൈസ് എന്തായാലും അവിടെ വരെ വരേണ്ടതാണ് എന്തായാലും തേർഡ് വേവ് ആണെങ്കിൽ. ഓക്കെ, അത് നമുക്ക് തിക്കാക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം 38 പോയിൻറ്റ്. സോ പ്രൈസിൻ്റെ ബിഗർ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് ഇതാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ പർപ്പസിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഫിബനാച്ചി എടുക്കുക. ഈ സിംഗിൾ ലെഗ് മാത്രം നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ. സോ 1, 2 ആൻഡ് 3 റെസിസ്റ്റൻസ് ഇങ്ങനെ ഫൈൻ. ഓക്കെ, സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഏതാണ്? 81.20%, 100% ആൻഡ് 127, 161.0%. സോ നാളെ ഗ്യാപ്പ് അപ്പ് ആണോ എങ്ങനെ? മോസ്റ്റ്ലി ചാൻസസ് ഗ്യാപ്പ് അപ്പ് ആണ്. ഗ്യാപ്പ് അപ്പ് ആവണം, ബിക്കോസ് ഈ ഒരു ലാസ്റ്റ് മൂവ് എനിക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അറിയാമല്ലോ, ബിക്കോസ് CS-ൻ്റെ ഒരു മൂവ് എങ്ങനെയാണ് നമുക്കൊന്നും കൺഫർമേഷൻ കിട്ടുന്നില്ല ആ ഒരു അതിൽ. സോ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഡൗട്ട്, ഫ്ലാറ്റ് ആണോ ഗ്യാപ്പ് അപ്പ് ആണോ അത്ര. ഓക്കെ, സോ എനിക്ക് ജെന്യുവൻ മൂവ് ആണെങ്കിൽ പ്രൈസ് ഗ്യാപ്പ് അപ്പ് തന്നെ ആക്കണം. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ ഇതാണ് ആൻഡ് തേർഡ് വേവ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, തേർഡ് വേവിൻ്റെ ഡീപ്പ് ഇൻറ്റർണൽ മൂവ്സ് നോക്കുകയാണെങ്കിൽ 1, 2 ആൻഡ് 3, പിന്നെ ചെറിയ റേറ്റ് 4 ആൻഡ് ദെൻ വീണ്ടും 5th. തേർഡ് മൂവ് ഇൻറ്റർണൽ. സോ ഡീപ്പാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുക കേട്ടോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. പ്ലീസ് ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്സ് വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഈ ഒരു പാർട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ക്രൂഡ് ഓയിൽ ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്താലും പ്രൈസ് ഇത് ഇങ്ങനെയൊക്കെ ഒരു മൂവ്മെൻറ്റ് ആണ്. റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് തന്നെ ഇപ്പോൾ ക്രൂഡ് ഓയിൽ കാണിക്കുന്നു. സോ ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഫീൽ സോ ക്രൂഡ് ഓയിലിൻ്റെ ABC 1, ഇത് 2, ഇത് 3, ഇത് 4 ആണ്. ആൻഡ് ദെൻ വീണ്ടും ഒരു ചാൻസസ് ഉണ്ട് ക്രൂഡ് ഓയിൽ മേളിലേക്ക് പോകാനുള്ള ചാൻസസ് മേ ബി. ഓക്കെ, ഇതെടുക്കുക, ക്ലോൺ എടുക്കുക ആൻഡ് ഇതേപടി താഴെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ക്രൂഡ് ഓയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ക്രൂഡ് ഓയിൽ ഇത് ഡിലീറ്റ് ചെയ്യുക. ഇനി ക്രൂഡ് ഓയിൽ നോക്കാനുള്ളതാണ്. ഇൻ കേസ് ക്രൂഡ് ഓയിൽ 1, 2, 3, 4, 5. സോ 1 വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് തന്നെയാണ് ഇത് തോന്നുന്നത്. സോ ഫോർത്ത് ആണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്ത് ദാറ്റ് മീൻസ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ആയി, വീക്കായി. ഓക്കെ, സോ ഇത് സപ്പോർട്ടായിട്ട് നമുക്ക് ഗ്രീൻ ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ഇൻറ്റർണൽ മൂവ്സ് ആണ് ഞാൻ ഇത് കാണുന്നത്. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ B തന്നെയാണ്, മനസ്സിലാക്കി എടുക്കുക കേട്ടോ. കൺഫ്യൂഷൻ ആണെങ്കിൽ ലാസ്റ്റ് വീഡിയോസ് മസ്റ്റായിട്ട് കാണണം. ആൻഡ് ഇതാണ് ആൻഡ് 50% ഈ റേഷ്യോ ആണ് ഇപ്പോഴും സപ്പോർട്ട് വരുന്നത്. സോ പ്രൈസ് 50% മാക്സിമം വരാവുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ വീക്കായി, ക്രൂഡ് ഓയിൽ പിന്നെ വീക്കായി, പിന്നെ താഴെ തന്നെ വരും. ദാറ്റ് മീൻസ് ഈ ജെന്വൻ ഫോർത്ത് വേവ് ആണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കണം. ഏതാ 7,745 സപ്പോർട്ട് എടുക്കണം. ഓക്കെ, സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറണം. ഇൻ കേസ് പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ടച്ച് ചെയ്യാൻ പാടില്ല, ഏതാ ഈ ലോ. ഇൻ കേസ് ഇത് ടച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് മനസ്സിലാക്കി എടുക്കുക പ്രൈസ് ഫോർത്ത് വേവിലല്ല, വേറെ എന്തോ ട്രാപ്പിംഗ് ആണ്. പ്രൈസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ലോ ഒക്കെ ബ്രേക്ക് പിന്നെ താഴേക്ക് തന്നെ വരുള്ളൂ. ഓക്കെ, പിന്നെ താഴെ എവിടെയെങ്കിലും വരുള്ളൂ. അതാണ് വേവ് തിയറിയുടെ ഓരോ പാർട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അപ്കമിങ് ടൈമിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ട് കിട്ടും. ഓക്കെ, സോ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ് അഞ്ചിയിലെ സിസ്റ്റർ അഞ്ചിലി സൈഡ് വേസ് ആണ്, എനിക്കൊന്നും പറയാനില്ല. ഒത്തിരി ഒരു ആലമ്പാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടാണ്. ഇതിൻ്റെ അകത്താണ് കെഞ്ചിയിൽ മേ ബി ഇവിടെ ടൈപ്പ് ഓഫ് ട്രാങ്കിൾ വല്ലതും ഉണ്ടാക്കുമെന്ന് നോക്കണം കേട്ടോ. ടൈപ്പ് ഓഫ് ട്രാങ്കിൾ ഗ്യാരണ്ടി ഇല്ല. സോ ട്രാങ്കിൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇതെങ്ങനെയായി, ഇത് ഇങ്ങനെയായി നോക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. ABCD ഇതിൻ്റെ അകത്ത് കിടക്കണുണ്ടോ ഇല്ല എന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ, ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നിന്ന് കിട്ടും. ഇത് കൂടുതൽ ഇതിനകത്ത് എനിക്ക് പറയാനില്ല. യെസ്, ക്രൂഡ് ഓയിൽ ഗോൾഡ്, വാട്ട് ആ ബ്രേക്ക് ഔട്ട് ആൻഡ് വാട്ട് ആ പെർഫോമൻസ് ഓഫ് എ നമ്മുടെ ഇതിൻ്റെ XAUSD ഗോൾഡ് ഞാനിപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. ഗോൾഡ് പെർഫോമൻസ് സൂപ്പറാണ്. ബട്ട് ഗോൾഡിൽ ഇനിയൊന്ന് പറയാനുള്ളത് ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഗോൾഡ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിലാണ്. ഓക്കെ, ഗോൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ലാസ്റ്റ് ഞാൻ റീഡ് ചെയ്തായിരുന്നു. ഇത് ഗോൾഡ് ഫുൾ 1, 2, 3, 4, 5 ആണെങ്കിൽ
എ ബി സി ഒരു എനിക്കൊരു ഡൗട്ട് വരുന്നത് ഇത് ഫുൾ എ, ഇത് ബി ആൻഡ് ഇത് സി. ഓക്കെ, ഇത് ഫുൾ സി ആണ്. സിയുടെ അകത്ത് 5 മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ, സിയുടെ അകത്ത് ഇൻ കേസ് 5 മൂവ്സ് ആണെങ്കിൽ സിയുടെ 1, സിയുടെ 2, സിയുടെ 3, മേ ബി ഇത് സിയുടെ 4 ആണെങ്കിൽ പ്രൈസ് വീണ്ടും പിന്നെ താഴേക്ക് വരും. ഓക്കെ, ബട്ട് കൺഫർമേഷൻ വേണം, നമുക്ക് കൺഫർമേഷൻ വേണം. സോ നമ്മൾ റീഡ് ചെയ്യുക എങ്ങനെയാണ്. സോ 2യുടെ ബൗൺസ്, 2യുടെ ഈ ഒരു ബൗൺസ് 2 ആണ്. ഇത് 2യുടെ ബൗൺസ് എത്ര ആയിരുന്നു അതിന് നമുക്ക് നോക്കാം. ഫ്രം ഹിയർ ടു എത്ര ആയിരുന്നു? ഓൾമോസ്റ്റ് എത്രയായിരുന്നു? 19.60%, 20% ആവും, 800 പോയിൻറ്റ്സ്. ഓക്കെ, ഇത് തന്നെ ഇങ്ങനെ എടുക്കുക ആൻഡ് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുക. എത്ര വരുന്നുണ്ട് എക്സാക്ട്ലി പ്രൈസ് അവിടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, എക്സാക്ട്ലി അവിടെ തന്നെ വരുന്നുണ്ട്. സോ ഇത് റെസിസ്റ്റൻസ് ആണ് എനിക്കൊരു ഡൗട്ട്. പിന്നെ പിന്നെ ഫ്രം ഹിയർ ടു ഇവിടുന്ന് ഇതല്ല 1 ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എക്സാക്ട്ലി റെസിസ്റ്റൻസ് 50% റേഷ്യോ. 4th വേവ് ആണെങ്കിൽ 50%. സോ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഇവിടുന്ന് താഴെ പൊട്ടും എന്തെങ്കിലും ആകുമെന്നല്ല ഞാൻ പറയണത്, നമുക്ക് സേഫ് ആവണമല്ലോ. സോ ആ ഒരു കോഷൻ സോണാണ് ഞാൻ പറയാം, എനിക്കത് തന്നെ പറയാനുള്ളത്. സോ പ്രൈസ് കോഷൻ സോണിലാണ് ഇപ്പോൾ ഉള്ളത്. റെസിസ്റ്റൻസ് ആണ് നല്ല പോലെ. ഇത് ഈ ഒരു ഏരിയ കണ്ട റെസിസ്റ്റൻസ് ആണ്, ബിക്കോസ് റെസിസ്റ്റൻ്റാക്കി മാർക്ക് ചെയ്യാം. ബിക്കോസ് എനിക്ക് ഒരു ഡൗട്ട്, ഇൻറ്റർണൽ മൂവ്സിൻ്റെ എ ബി സി ഇതാണ്. എ ബി സി അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ 1, 2, 3, 4 ആൻഡ് ഇത് 5. ഓക്കെ, സോ രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആവുന്നുണ്ട് ഇവിടെ. 19 പോയിൻറ്റ് സംതിങ് തന്നെ എക്സാക്ട്ലി ഇവിടെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ്. സോ എങ്ങനെയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുക? ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എനി ഹൗ 50% അബവ് സസ്റ്റെയിൻ ആവണം. ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് 50% സസ്റ്റെയിൻ ആവും ആൻഡ് 61.80% എനി ഹൗ ടച്ച് ചെയ്യണം. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഒരു താഴേക്ക് ഡിപ്പ് വന്നാലും ബൈ ആയിരിക്കും. ബട്ട് ഇവിടുന്ന് തന്നെ റിജക്ഷൻ എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വീഴുകയാണെങ്കിൽ അപ്പോൾ മേ ബി ഈ ലോ സേഫ് അല്ല, ഓർ 81.80% വരെ താഴേക്ക് വരും. ഫുള്ളി ലെഗിൻ്റെ 5th ഫെയിലിയർ സിനാരിയോ അവിടെ വരെ പറയാം. ഓക്കെ, സോ ഈ ഒരു റേഷ്യോ ബുക്കിംഗ് സോണാണ്. ഞാൻ നേരത്തെ നമ്മൾ പണ്ട് ഇവിടെ ഞാൻ ബൈ എന്ന് പറഞ്ഞായിരുന്നു, മീൻസ് ബൈ എന്നല്ല, ബട്ട് യെസ് ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് നല്ല ഒരു സോണിലാണ് ഈ ഒരു ഏരിയയിൽ 3,000 4,000 ഒരു ഏരിയയിൽ. സോ ഇവിടുന്ന് എൻട്രി എടുത്ത ആളുകൾ ഇവിടെ ബുക്ക് ചെയ്യുക, ഓർ ഫ്രഷ് എൻട്രി എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, കുറച്ച് താഴേക്ക് വരട്ടെ. ബട്ട് ഷോർട്ട് ടോട്ടിൻ്റെ കാര്യം ഞാനൊന്നും പറയാനില്ല, CB അനലൈസിസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫോർ അനലൈസിസ് ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക ഈ ഒരു ഏരിയ. ഇതിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ട, ഇത് A, B ആൻഡ് C ആണ്. സിയുടെ 1, 2, 3, 4, 5 ആയിട്ട് മുകളിലേക്ക് പോകുന്നു. സോ ഓവറോൾ പ്രൈസ് നല്ല ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുള്ളിഷ് ഞാൻ ഇതിൻ്റെ അബവ് പറയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ ഐ തിങ്ക് പിന്നെ ഓവറോൾ ക്രൂഡ് ഓയിൽ ബുള്ളിഷിലേക്ക് പോകും. ദാറ്റ് മീൻസ് പിന്നെ വരുന്ന എല്ലാ ഡിപ്പ് ഇതെങ്ങനെയും ടച്ച് ചെയ്ത് 4,900 ടച്ച് ചെയ്ത് പിന്നെ താഴേക്ക് വരുന്ന എല്ലാ ഡിപ്പ് ബൈയിലേക്ക് പോകും. എല്ലാ ഡിപ്പിൻ്റെ ബൈ ആയിരിക്കും. ബട്ട് ഇവിടുന്ന് ഈ ഒരു സ്പോട്ട് ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ട് 50% ആണ്. റൂൾ ഓഫ് ഇക്വാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഫ്രം സെക്കൻഡ് വേവ് ആൻഡ് 4th വേവിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ബൗൺസ് വരുന്നുണ്ട്. ഓക്കെ, സോ സേഫ് എന്താണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുക ഓർ ട്രെയിൽ ചെയ്യുക സെൽ. ഓക്കെ, ഫ്രഷ് എൻട്രി ഇപ്പോൾ എടുക്കാൻ ഓർ ഷോർട്ട് ചെയ്യാനൊന്നും ഞാൻ പറയണില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇനി നമ്മുടെ ഇത് കഴിഞ്ഞ് ഇനി ബാനിഫ്റ്റി അനാലിസിസ് ആണ്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവും. ബാനിഫ്റ്റി അനാലിസിസ് അന്ന് ഈ ട്രാങ്കിൾ ആംഗിളൊക്കെ നമ്മൾ ഒക്കെ പറഞ്ഞായിരുന്നു. പ്രൈസ് പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ കളിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ മാത്രം കളിച്ചു. ഇതിനകത്ത് ഞാൻ ഒന്നും പറയണില്ല, ക്ലിയർ ചെയ്ത് നമുക്ക് മാറ്റാം. സ്റ്റിൽ അതിൻ്റെ അകത്ത് തന്നെയാണ്, സ്റ്റിൽ അങ്ങനെ തന്നെ മൂവ്മെൻ്റ് ആണ്. ബാനിഫ്റ്റിയിൽ അന്നത്തെ ഒരു ട്രാങ്കിൾ സ്റ്റിൽ ഇങ്ങനെ തന്നെ ഫോം ചെയ്തു. 57,030 ബ്രേക്ക് ചെയ്ത പ്രൈസ് വീക്ക്നെസ് ആണ്. 57,030 ഓർ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് പ്രോപ്പർലി കിട്ടിയ പ്രൈസ് ഫോർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പ്രൈസ് ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബാനിഫ്റ്റി അനാലിസിസ് കഴിഞ്ഞു. സെൻസെക്സിൽ പോകാൻ നമുക്ക് പ്ലീസ് ലൈക്ക് ഷെയർ മറക്കണം. സെൻസെക്സും അങ്ങനെ തന്നെ. സെൻസെക്സ് സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3rd വേവിൽ എൻറ്റേർഡ് ആയിട്ടില്ല. കണ്ട, സെൻസെക്സ് എൻറ്റേർഡ് ആവുന്നത് ഇതിൻ്റെ അബവ്. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആണ്. റിട്ടേൺ ലൈനല്ലായി. ഇനി SL വരുന്നത് ഇതിൻ്റെ ഇതായിരിക്കുള്ളൂ ലോ. ഓക്കെ, 2 ലോ. ഇത് നമ്മൾ 2 ആണെന്ന് പറയാം. ഓക്കെ, സോ ബട്ട് സെൻസെക്സ് എൻറ്റേർഡ് ആയിട്ടില്ല, നിഫ്റ്റി ഓൾറെഡി എൻറ്റേർഡായി. ശ്രദ്ധിക്കുക, രണ്ട് ഡിഫറൻസ് ആണ്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് നമ്മൾ അന്നത് ഈ ഒരു സിനാരിയോ ഷെയർ ചെയ്തായിരുന്നു. പ്രൈസ് ചാനലാണ് ഇത്. ഐ തിങ്ക് സോ 4th ആണ്. 3rd ചാനലാണെങ്കിൽ 4th ഇതാണെങ്കിൽ ആൻഡ് പ്രൈസ് ഇനി സ്ലോലി അപ്കമിങ് ടൈമിൽ നമുക്ക് മേളിലേക്ക് പോകേണ്ടതാണ്.
കറക്റ്റ് 50,000 അവിടെയാണ് 15,000 അവിടെയാണ് ഇത്. സോ ഇതിൻ്റെ റെസിസ്റ്റൻസോ ടാർഗറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ഈ ഹൈ പിടിക്കുക ആൻഡ് ഇത് ഇങ്ങനെ എടുക്കുക. ഇൻ കേസ് 5th ആണെങ്കിൽ റെഫ്രഷ്ലി 81.0% റെസിസ്റ്റൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 100% ആൻഡ് 127% ആണ് അതിൻ്റെ പിന്നെ ടാർഗറ്റ് വരുള്ളൂ. ഓക്കെ, ബട്ട് ആ സിനാരിയോ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി, ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഏത് ഈ ലോ. സോ ഇത് 1, 2 ആൻഡ് 3ലേക്ക് എൻറ്റേർഡ്. പിന്നെ 4, 5 ആയിട്ടും പ്രൈസ് മുകളിലേക്ക് പോകും. അപ്കമിങ് ടൈമിൽ നമുക്ക് നോക്കാം. സി യു നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം മറക്കണ്ട. ആൻഡ് ഹാപ്പി ഓണം.